നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റ് നാളെ. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ. ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെന്ന് KN ബാലഗോപാൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നും ആയുധമാക്കാൻ പ്രതിപക്ഷം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി NDA യോഗം ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമെന്ന SIT. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് BJP. പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പത്തനംതിട്ട സെഷൻസ് കോടതി. രാഹുൽ 2 ആഴ്ചയിലധികമായി ജയിലിൽ തന്നെ. ഇന്ത്യ ന്യൂസിലൻഡ് 4ാം T20 ഇന്ന്. മത്സരം വൈകിട്ട് 7-ന് വിശാഖപട്ടണത്ത്. 5 പരമ്പരകളുള്ള മത്സരത്തിൽ ഇന്ത്യ 3-0 മുന്നിൽ. സഞ്ജു സാംസണ് ഇന്ന് നിർണായകം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് സമ്മേളനം. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13-ന് അവസാനിക്കും. മാർച്ച് 9 മുതലാണ് 2ാം ഘട്ട സമ്മേളനം തുടങ്ങുക. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ സഭയിലേക്ക് ഏതൊക്കെ വിഷയങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. ഇപ്പോഴത്തെ ബജറ്റ് എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു ബജറ്റാണ്. BJPയെ സംബന്ധിച്ചും മറ്റ് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു ബജറ്റാണ് ഈ ഫെബ്രുവരി 1-ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന് ഇന്ന് ബജറ്റ് സെഷന് ഇന്ന് തുടക്കമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് നാളെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കും, ധനമന്ത്രിക്ക് സമർപ്പിക്കും. അതിനുശേഷം ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJP വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് കേരളം. ഇപ്പോൾ കേരളത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് എയിംസ് എന്ന് പറയുന്നത്. അത് ഇത്തവണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. നികുതി ഇളവ്, അതുപോലെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതത്തെക്കുറിച്ച്, അത്തരം കാര്യങ്ങളിലെല്ലാം കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബജറ്റ് കൂടിയാണ് ഇത്തവണ. കാരണം കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിലൊരു എയിംസ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വളരെ ഒരു തിരിച്ചടിയായ ഒരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിനൊരു എയിംസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ പ്രതീക്ഷയോടെ കേരളവും അതുപോലെ തന്നെ BJPയും നോക്കിക്കാണുന്നത്. എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്ക് അതൊരു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ ആയുധമാക്കാൻ കൂടിയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ ജനപ്രിയമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലും ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ ബജറ്റിലാണ് 12 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ട എന്നുള്ള ഒരു നിർണായകമായ അതിപ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ഇടത്തരക്കാരുടെ പ്രീതി നേടിയ ഒരു ബജറ്റായി അത് മാറിയിരുന്നു. ഒരുപാട് പേർക്ക് നികുതി ഇളവ് കിട്ടിയ ഒരു ബജറ്റായിരുന്നു. അതിന് പിന്നാലെ തന്നെ വാഹന നികുതി വെട്ടിക്കുറയ്ക്കുന്ന ഒരു നടപടി കൂടി പിന്നീട് കഴിഞ്ഞ വർഷം രാജ്യം കണ്ടു. അങ്ങനെ കാറുകൾക്കടക്കം, ഇടത്തരം കാറുകൾക്കടക്കം വില കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മാത്രമല്ല ബീഡിക്ക് വില കുറച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് വലിയ വിവാദമായി നമ്മൾ കണ്ടു. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഇത്തവണത്തെ ബജറ്റിൽ ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആളുകൾ കാത്തിരിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിനെ സംബന്ധിച്ച് വെസ്റ്റ് ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഉപകാരം വരുന്ന കാര്യങ്ങളായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ഇത്തവണ ഇനിയിപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടൽ നടത്താൻ കഴിയും, കേന്ദ്ര സർക്കാർ എവിടെയൊക്കെയാണ് ഇപ്പോൾ AI, അതുപോലെ ഹെൽത്ത്, ആരോഗ്യം, വാഹനം, അവശ്യ സാധനങ്ങൾ, അവശ്യ വസ്തുക്കൾ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇവർ കണ്ടുവച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഫെബ്രുവരി 1-ലെ ബജറ്റ് സമ്മേളനം
സമ്മേളനം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 1 ജനുവരി 28 അതായത് ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കും. അതിനുശേഷം മാർച്ച് 9 രണ്ടാം ഘട്ടം ആരംഭിച്ച് മാർച്ച് 9 ആരംഭിച്ച് ഏപ്രിൽ 2 തീയതിയാണ് ഈ വർഷത്തെ ബജറ്റ് സമ്മേളനം അവസാനിക്കുക. 1999 ആദ്യമായി ഒരു സമ്മേളനം ബജറ്റ് പ്രഖ്യാപനം രാവിലെ നടക്കുന്നത്. അതിനു മുമ്പ് വരെ വൈകുന്നേരം 5 മണിക്കായിരുന്നു രാജ്യത്ത് ബജറ്റ് പ്രഖ്യാപനം നടത്തിയിരുന്നത്. പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് യശ്വന്ത് സിൻഹയാണ് അത് രാവിലേക്ക് മാറ്റുന്നത്. പിന്നീട് 2017 വരെ ഫെബ്രുവരി അവസാന വർക്കിംഗ് ഡേയിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ 2017 മുതൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് അത് ഫെബ്രുവരി ആദ്യ ദിവസത്തിലേക്ക് ഫെബ്രുവരി 1 മാറ്റിയത്. ഇത് മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച ബജറ്റ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ബജറ്റിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങളുടെ ജനപ്രീതി ഏതൊക്കെ തരത്തിൽ നേടിയെടുക്കാമെന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയ ഒരു ബജറ്റ് ആയിരിക്കും ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയതിൽ, മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയതിലടക്കം വലിയ പ്രതിഷേധം നടത്താനുള്ള ഒരു നീക്കത്തിലാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. ജനങ്ങളുമായി ചേർന്ന് നിൽക്കാത്തൊരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക. എല്ലാ തവണയും BJP അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്തതാണ്. വെറും വാഗ്ദാനങ്ങൾ മാത്രമായി പോകുന്ന ബജറ്റുകളാണ് എല്ലാ തവണയും BJP പ്രഖ്യാപിക്കുന്നത്. അതുപോലുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു വിമർശനമായി വരുന്നത്. ക്ഷേമമില്ല, അതുപോലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും അടുക്കാനോ ഇടത്തരക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ബജറ്റും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല രാജ്യത്തെ ജനങ്ങളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം, ഒരു എലൈറ്റ് ക്ലാസ്സിന് മാത്രം ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രമേ ഇപ്പോഴും രാജ്യത്തെ ഭരണം പോകുന്നുള്ളൂ. അനുസൃതമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും ജനങ്ങൾ കാത്തിരിക്കേണ്ടത്. അതിനപ്പുറം വേറെ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളും ജനങ്ങൾ കാത്തിരിക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇനി വരുന്ന അങ്ങോട്ടുള്ള ദിവസങ്ങൾ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ നയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വരും വർഷങ്ങളിൽ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതും കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഇനിയിപ്പോൾ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ കോച്ചുകൾ വരുന്നുണ്ട്, റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അങ്ങനെ പ്രധാനമായും ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ഇടപെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ രാജ്യം കാത്തിരിക്കുന്നു. ഫെബ്രുവരി 1 ബജറ്റ് പ്രഖ്യാപനം ആരംഭിക്കുന്നത്. ഇന്ന് അതിന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് സെഷൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ശശി തരൂർ MP-യിലേക്കാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ശശി തരൂർ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. ഇന്നലെ KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തില്ല. അവഗണനയിൽ കടുത്ത അതൃപ്തിയിലുള്ള ശശി തരൂർ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. CPM-ഉമായുള്ള ചർച്ച സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് ഇന്നലെ ശശി തരൂർ പ്രതികരിച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന്റെ തയ്യാറെടുപ്പുകളിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ. മാജിക് കാട്ടി ജനങ്ങളെ കബളിപ്പിക്കാനില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി. തിരിച്ചടിക്ക് കാരണം അമിത ആത്മവിശ്വാസമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ, ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ അവസാന ബജറ്റിനൊരുങ്ങുകയാണ് മന്ത്രി KN ബാലഗോപാൽ. അദ്ദേഹം പ്രതീക്ഷകൾ പങ്കുവച്ച് എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് വരിഞ്ഞു മുറുക്കുന്നു. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനിടയിലാണ് ഈ ബജറ്റ്. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ബജറ്റ്. എന്താണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിലുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി? ഏറ്റവും പ്രധാനം ഈ കേന്ദ്രത്തിന്റെ നയങ്ങളും നിലപാടും തന്നെയാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്, ഞെരുക്കമുണ്ട്. എന്നാൽ ഏത് സമയത്തെയും കഴിഞ്ഞ 50 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനം നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ സ്പെൻഡിങ് നടത്തിയിട്ടുള്ളതും പെർസെന്റേജ് ഓഫ് സ്പെൻഡിങ് നടത്തിയിട്ടുള്ള ഈ ഗവൺമെന്റാണ്. എന്നാൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്, നിങ്ങളും പ്രതീക്ഷിച്ചത്, കേന്ദ്രം ഇത്രയും GST വന്നതിന് ശേഷം ഫുൾ GST ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. കോമ്പൻസേഷൻ സെസ് നിർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. റവന്യൂ ഡെഫിസിറ്റ് നിർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. ബോറോയിങ്ങിന്റെ കാര്യത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. ട്രഷറി കിടക്കുന്ന പണം പോലും പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കടമാണെന്ന് പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നത് തുടങ്ങിയത് 17-18 അതിനുശേഷവും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വന്നൊരു ഗവൺമെന്റ്. ഇതെല്ലാം ഉണ്ടായി ഒരു വർഷം
ഏകദേശം 25,000 കോടി രൂപയാണ് ബോറോയിങ് മാത്രം കുറച്ചത്. ഈ GST വന്നതിന് ശേഷം കിട്ടേണ്ട വരുമാനത്തിന്റെ ഭാഗമായി കിട്ടുന്ന അല്ലെങ്കിൽ ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് വന്നു ഈ സമയത്ത്. അതിന്റെ ഭാഗമായിട്ട് ഒരു 20,000-25,000 കോടി രൂപ കുറവ് വന്നു. ഇത്രയെല്ലാം വന്നിട്ടും നന്നായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് വലിയ ശ്രമം ഉണ്ടെങ്കിലും സാധാരണഗതിയിലുള്ള ചെലവിനേക്കാളും കുറയ്ക്കാതെ കൂടുതൽ ചെലവ് ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താ? ഒരു 2 ലക്ഷം കോടിയിലധികം രൂപ 5 വർഷം കൊണ്ട് കിട്ടേണ്ടത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ മെച്ചമായിരുന്നേനെ. കാര്യങ്ങളെല്ലാം നടന്നുപോയി, ഈ കാര്യങ്ങളെല്ലാം വന്നു. കേരളം മറ്റൊരു സ്റ്റേറ്റിനേക്കാളും പുറകിലല്ല എല്ലാ കാര്യത്തിലും ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ കേരളീയരുടെ ഒരു ആത്മാഭിമാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന് റൈറ്റ്ഫുള്ളായി കിട്ടേണ്ട കാര്യങ്ങൾ തരുന്നില്ല കേന്ദ്രം എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായതെന്നാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഈ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാരുമായോ MLA-മാരോ ഒക്കെയായി അനൌദ്യോഗികമായിട്ടെങ്കിലും ഈ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്ത്? ഈ അനൌദ്യോഗികമായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, ഇത്രയും നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ പണം കിട്ടുന്നില്ല എന്ന്. ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മിസ്മാനേജ്മെന്റ് ആണെന്ന് ലോകത്തെ ഒരു തിരിച്ചറിവുള്ള കുഞ്ഞും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഫിനാൻഷ്യലായിട്ട് വളരെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഇതൊന്നും വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതല്ലല്ലോ, കൃത്യമായ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെയാണ് എത്താൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ഈ ഫയർ ഫൈറ്റിംഗ് ആണ് പലപ്പോഴും ചെയ്യേണ്ടി വരും. ഇപ്പോൾ 3 മാസം മാത്രം ഉള്ളപ്പോഴത്തേക്ക് 12,000 കോടി തരുമെന്ന് പറഞ്ഞത് 6,000 കോടി കട്ട് ചെയ്തു. 3 മാസം ലാസ്റ്റ് മിനിറ്റാണ്. ഫയർ ഫൈറ്റിംഗ് ആണ്. യഥാർത്ഥത്തിൽ സ്വസ്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തൊരു 2 ലക്ഷം 2.5 ലക്ഷം കോടി രൂപ കൂടെ കിട്ടേണ്ട ഒരു ഗവൺമെന്റ്, റൈറ്റ്ഫുള്ളായി കിട്ടേണ്ട ഒരു ഗവൺമെന്റിന് അത് നേരെ വെട്ടിക്കുറച്ചിട്ട് നമ്മളെ മുന്നോട്ട് വിടാതിരിക്കുക. അതിപ്പോ ഒരു വാസ്തവത്തിൽ ലോകത്താകെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പല കാര്യങ്ങളും വരുന്നതിന്റെ ഉദാഹരണം തന്നെ ഇത്. ആർബിട്രറി എക്സസൈസ് ഓഫ് ഡിസ്ക്രിഷൻ, ആർബിട്രറി എക്സസൈസ് ഓഫ് പവേഴ്സ്. അതാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അതായത് സാമ്പത്തികമായി വരിഞ്ഞു മുറിക്കുകയാണ്. ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ പ്രശ്നം ഞങ്ങള് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ തന്നെ മന്ത്രിസഭ അംഗീകരിച്ചതും ഗവർണർ വായിച്ചില്ലല്ലോ, സുപ്രീം കോടതി പോയ കാര്യം ഉൾപ്പെടെ. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും അവകാശമുണ്ട്, ഓരോ വ്യക്തിയുടെ അവകാശമുള്ളത് പോലെ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ കവർന്നെടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആ ഫെഡറലിസം അംഗീകരിക്കുന്നില്ല. ഏത് മേഖലകൾ ധാരാളമുണ്ട്. ഞാൻ ചുരുങ്ങിയ സമയത്തിനകത്ത് അതെല്ലാം പറയാൻ സമയമെടുക്കുന്നത്. ഏറ്റവും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ, നമുക്ക് കിട്ടേണ്ട റൈറ്റ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന് 3 ഇന്ത്യയിൽ 100 രൂപ താഴോട്ട് കൊടുക്കും. 3 രൂപ 92 പൈസ, 3 രൂപ 82 പൈസ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 1 രൂപ 91 പൈസ ഉള്ളൂ. ഈ 1 രൂപ 91 പൈസ വെച്ച് ഈ വർഷം കിട്ടിയത് 27,000 കോടി രൂപയാണ്. അപ്പൊ അതിന് നേരെ ഇരട്ടി കിട്ടുന്നതാണ്. അങ്ങനെ കുറയ്ക്കാനെന്താ അവകാശം? നമ്മുടെ അതേ സ്റ്റേറ്റിൽ ആസാം, ജാർഖണ്ഡ്, ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകളും കേരളം ഒരേ പെർസെന്റേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവർക്കൊക്കെ ഇപ്പോഴും അതേ പെർസെന്റേജ് ഉണ്ട്. നമുക്ക് നേരെ പകുതിയായി. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണ്, നിങ്ങൾക്ക് കുറച്ച് ഡെവലപ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തരില്ല എന്നാ പറയുന്നത്. ആ ക്രൈറ്റീരിയ ശരിയല്ല. സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് നമുക്കുണ്ട്. നമുക്ക് ഒറീസയ്ക്കാണെങ്കിൽ 30,000 കോടി രൂപ ഒരു വർഷം കൽക്കരിയുടെയും ഈ അയണോറിന്റെയും മാത്രം കിട്ടും റോയൽറ്റി. അങ്ങനെ ഒന്നും സോഴ്സ് നമുക്കില്ല. എന്നിട്ടും നമ്മൾ നേരെ അങ്ങനെ ചെയ്യുന്നു. അത് സത്യത്തിൽ സാമാന്യ ബുദ്ധിയിൽ ജനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല കേന്ദ്രം ചെയ്യുന്നത്. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ, റബ്ബറിന്റെ താങ്ങുവില കൂട്ടുമോ? റബ്ബറിന്റെ താങ്ങുവില ഇപ്പോഴല്ലേ 200 രൂപ ആക്കിയത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ? അല്ല, ജനങ്ങൾ 5 വർഷം കൊണ്ടാണ് നമ്മൾ ഈ 50 രൂപ കൂട്ടിയത്. റബ്ബറിന്റെ വിലക്കല്ല ഇപ്പൊ പ്രശ്നം. റബ്ബറുള്ള മേഖലയാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ടാപ്പിങ്ങിന് വേണ്ടത്ര തൊഴിലാളിയില്ല, പിന്നെ വന്യമൃഗശല്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. റബ്ബറിന്റെ വില ഇപ്പം ആളുകൾക്ക് ഇതൊരു സാമാന്യം. ഈ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വലിയ ലാഭമുള്ളതല്ല. ഫ്ലോർ പ്രൈസ് ഒരു ന്യായമായ പ്രൈസാണ്, അതിന് കുഴപ്പമില്ല. ഈ ഞങ്ങൾ വന്ന ഏപ്രിലാണ് 170 ആയത്, പിന്നെ 180 ആക്കി, 200 ആക്കി കൊടുത്തു തുടങ്ങി. നെല്ലിനും അതുപോലെ കൂട്ടി. ഇതൊക്കെ സാധാരണ നല്ല പിന്നെ വില തന്നെയാണ് കൃഷിക്കാർ സമ്മതിക്കുന്നത്. ഞാൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കർഷകനുമാണ്, റബ്ബറൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ റബ്ബറിന്റെ വില കൂടുന്നതല്ല പ്രശ്നം, റബ്ബർ മേഖല നേരിടുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ടാപ്പിംഗ് തൊഴിലാളി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഒരു കാര്യം കൂടി, വില കൂടുതൽ കിട്ടുന്നതല്ല, 250-300 കിട്ടേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഫ്ലോർ പ്രൈസ് അല്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഇറക്കുമതി നയം കാരണം ഉണ്ടായ വിലയിടുവാണ്. അവരന്ന് ഒരു സഹായം ചെയ്യുന്നു. ക്ഷേമ പെൻഷൻ ഒന്നും പറഞ്ഞില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിനകത്തും അതും ഇപ്പം തെരഞ്ഞെടുപ്പിൽ അവസാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ലോ സാധാരണ പോകുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനപ്പുറത്തെ കാര്യങ്ങൾ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കുന്നത്. അത് ഒരു മിനി ബജറ്റിന് സമാനമായ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിന് പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല.
അതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടായിരിക്കും. ഈ മാജിക് വെച്ച് ജനങ്ങളുടെ വോട്ടെല്ലാം കിട്ടാൻ പറ്റത്തില്ല, അങ്ങനെ ഞങ്ങൾ ധരിക്കുന്നുമില്ല. ഓരോ ഇലക്ഷനും പ്രത്യേകമായ സാഹചര്യമുണ്ട്. പ്രാദേശിക ഗവൺമെന്റുകൾ, ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പറ്റി അല്ല കൂടുതൽ ചർച്ച വന്നത്, പ്രാദേശികമായ പ്രശ്നങ്ങൾ കാണും. പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഞങ്ങളുടെ പ്രവർത്തകർ അമിത ആത്മവിശ്വാസത്തിലുമായിരുന്നു. 2000 രൂപ കൂട്ടി ഇത് വന്നു, ഒരു പോയിന്റാണ്. പിന്നെ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സംവദിച്ച് കാര്യങ്ങൾ വരിക. അപ്പോൾ അമിത ആത്മവിശ്വാസം, തെറ്റായ പ്രചരണം ധാരാളം നമ്മുടെ നാട്ടിൽ വന്നല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, തെറ്റായ പ്രചരണം കേരളത്തിൽ വളരെ എന്നും ഉള്ളതാണ്. ആ പ്രചരണം ഗവൺമെന്റിനെതിരായുള്ള തെറ്റായ പ്രചരണം, ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ മൊത്തം കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങളും ഞങ്ങളും ഒന്നാണ്, നമ്മൾ ഈ കാര്യം ചെയ്യുന്നു, നേരത്തെ ഇങ്ങനെയുള്ളവരല്ല എന്ന് പറയുന്നതാണല്ലോ സത്യം. ഈന്തപ്പഴത്തിന്റെ കുരു മൊത്തം മാറ്റി സ്വർണ്ണമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞല്ലോ. ഖുറാനകത്ത് സ്വർണം വെച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങളും മറന്നുപോയി. ഈ പിന്നെ ബിരിയാണി ചെമ്പ്, സ്വർണ്ണ ചെമ്പ്, എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലല്ലേ പറഞ്ഞത്. ഈ തരത്തിൽ പ്രചരണം വരും, തെരഞ്ഞെടുപ്പ് വരും, പോകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രചരണം ഒരു വശത്തുകൂടി വരും. നമ്മൾ ഈ കാര്യങ്ങൾ നല്ലപോലെ പിന്നെ പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. ഇത് എല്ലാം കൂടെ ചേർന്ന ഇലക്ഷൻ, അല്ലാതെ എന്തെങ്കിലും ഒരു ഗിമ്മിക്കിലൊന്നും മാത്രം ജനങ്ങൾ പറ്റില്ല. അവസാനം ഒരു ചോദ്യം, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ബജറ്റ് ആയിരിക്കും. ഭരണ തുടർച്ച ഉണ്ടാവണമെന്നാണല്ലോ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും. പിന്നെ ചെയ്തതെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഇപ്പം തന്നെ 2ാം വർഷം തകർന്നു പോകുന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്ന ആളുകൾ. ഇത് ഇത്ര എത്തി, ഇതെല്ലാം കൃത്യമായി കൊടുത്തു. ഇതൊന്നും ഇല്ലാത്ത 18 മാസക്കാലം ഒന്നുമേ കിട്ടാതിരുന്ന ചരിത്രമാണ് 10 വർഷം മുമ്പുള്ളത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ക്ഷേമ പെൻഷൻ മാത്രമൊന്നുമല്ല, കേരളത്തിൽ ഇത്രയും വികസനം ഉണ്ടാവുമെന്ന് 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വന്നൊരു സാഹചര്യത്തിൽ തൊഴിലവസരങ്ങളും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അതിദാരിദ്ര്യമുള്ള ആളുകൾ മുതൽ വിവിധ മേഖലയിലുള്ളവർക്കും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ഗവൺമെന്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളത് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി, പുതിയ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നാളേക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ലത് ജനങ്ങളിൽ നല്ലൊരു ഭാഗം അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവർ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വലിയ വെല്ലുവിളികൾക്കിടയിൽ 5ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ എല്ലാ ആശംസകളും. 3ാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അന്വേഷണവുമായി മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2 ആഴ്ചയോളമായി രാഹുൽ മാവേലിക്കര സബ് ജയിലിൽ തുടരുകയാണ്. തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. തന്ത്രി കണ്ഠര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിൽ എത്തിയിരിക്കുകയാണ് SIT. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട 2.5 കോടി രൂപയെക്കുറിച്ച് പരാതി നൽകാത്തതിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിൽ SIT എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി S വിനീഷാണ് ചേരുന്നത്. വിനീഷ്, എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുക. ഈ ദ്വാരപാലക കേസിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് SIT കോടതിയെ അറിയിച്ചത്. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നും താൻ ആചാരപരമായിട്ടാണ് പ്രവർത്തിച്ചതെന്നതടക്കമാണ് ഈ തന്ത്രിയുടെ വാദം. കേസിൽ മറ്റൊരു പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്യും. നാളെയാകും ഫയൽ ചെയ്യുക. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയിരുന്നു. അതുപോലെ തന്നെ ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യമൊക്കെ അനുവദിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യമാണ്, മറ്റൊരു കേസിൽ റിമാൻഡിൽ തുടരുന്നതുകൊണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെയും രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഇതൊരു ഗുരുതര വിഷയമാണെന്നും പ്രതികൾക്ക് എങ്ങനെ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്നതടക്കമാണ് കോടതി നിരീക്ഷണം ഒക്കെ ഉണ്ടായത്. ഇത്തരം സാഹചര്യത്തിലാണ് ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുക. ഏകദേശം ഒരു 11 മണിക്ക് ശേഷമാകും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് തന്ത്രി ഈ കട്ടളപ്പാളി കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്ന. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി പോറ്റിയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി BJP. പോറ്റിയുമായുള്ള ചിത്രം പുറത്തുവന്ന കോൺഗ്രസ് MPമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ഇന്ന് മാർച്ച് നടത്തും. പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി എന്നിവരുടെ ഓഫീസിലേക്ക് ഇന്ന് BJP മാർച്ച് നടത്തും. CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ BJPയുടെ പ്രതിഷേധം. ഇന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക, കൊട്ടേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണിക്ക് പെരുമ്പ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരവധി പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. NSS SNDP ഐക്യം പിരിച്ചതിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുകുമാരൻ നായരുടെ അഭിമുഖം. BJP സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളി പത്മ അവാർഡ് വാങ്ങിയത് സംശയകരമാണ്. NSSുമായി ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത് ശുദ്ധമല്ലെന്ന് തോന്നിയെന്നും ഇതോടൊപ്പം NDA പ്രമുഖനെ ചർച്ചയ്ക്ക് നിയോഗിച്ചതും തരികിടയാണെന്നും മാതൃഭൂമി ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സുകുമാരൻ നായർ പ്രതികരിച്ചു. G. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ഐക്യം വേണ്ട എന്ന് വെച്ചതിന് പിന്നാലെ തന്നെ ഈ ചോദ്യം അന്ന് തന്നെ ആവർത്തിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ. എന്തുകൊണ്ട് പത്മ അവാർഡാണോ അതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അഭിനന്ദനമാണ് നൽകിയത് സുകുമാരൻ നായർ. ഇപ്പോൾ തുറന്നു പറച്ചിലുകളിലേക്ക് എത്തിയിരിക്കുന്നു. അശ്വതി, ഈ അഭിമുഖത്തിലും പത്മ അവാർഡ് കിട്ടിയത് നല്ല കാര്യം, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ പിന്നിലെ സംശയങ്ങൾ എന്ത് എന്നത് വെളിപ്പെടുത്തുകയാണ് G. സുകുമാരൻ നായർ ഈ അഭിമുഖത്തിൽ ചെയ്യുന്നത്. അന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങളോട് ചില സംശയങ്ങളുണ്ട്, ചില നീക്കങ്ങളിൽ സംശയങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ എന്താണ് ആ സംശയം? അത് കേവലം അന്ന് NDAയുടെ പ്രമുഖനെ ചർച്ചയ്ക്ക് വിട്ടത് മാത്രമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനും അപ്പുറത്തേക്ക് യഥാർത്ഥ കാരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചത് പത്മ അവാർഡ് NSSുമായി ഒരു ചർച്ച നടത്തി. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പത്മ അവാർഡ് കൂടി ലഭിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷികളുമായും വലിയ ബന്ധമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സഖ്യത്തിന് പോയത്. പക്ഷെ അപ്പോഴും ഈ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നൊരു പത്മ അവാർഡ് വരുന്നത്, പത്മ അവാർഡ് ലഭിക്കാൻ ചില നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, അപേക്ഷകളടക്കം സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഒന്നുകിൽ സംസ്ഥാനം സമർപ്പിക്കണം, അല്ലെങ്കിൽ കേന്ദ്രം സമർപ്പിക്കണം. ഇത് സംസ്ഥാനമല്ല സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ അപേക്ഷയിന്മേൽ അങ്ങനൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു BJP ബാന്ധവം ഇപ്പോഴും വെള്ളാപ്പള്ളി തുടരുകയാണ്. അതായത് രഹസ്യമായി ഇതിന് പിന്നിൽ അങ്ങനെ ഒരു അജണ്ടയുണ്ട് എന്ന് അവർ NSS വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അവാർഡിന് പിന്നിലുള്ള നീക്കം ഒട്ടും ശുദ്ധമല്ല എന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇതൊരു സംശയകരമായ നീക്കമാണ് എന്നും അദ്ദേഹം പറയുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പത്മ അവാർഡാണോ ഇതിന് പിന്നിൽ, ഈ ഒരു പ്രശ്നത്തിന് പിന്നിലെന്ന സംശയങ്ങൾ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതാണ്. പക്ഷെ അന്നേരം അദ്ദേഹം ആ നിലയിൽ ഒരു സ്ഥിരീകരണം അത് ആ നിലയിൽ തുറന്ന് പറഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇതാണ് ഇപ്പുറത്ത് ഒരു പരിധിവരെ BJP വിരുദ്ധ നിലപാടാണ് G. സുകുമാരൻ നായർ സ്വീകരിച്ചിരുന്നത്. ആദ്യ അഭിമുഖത്തിലടക്കം കോൺഗ്രസിനെതിരെയും വന്നു. ഫലത്തിൽ ഇതൊരു CPM അനുകൂല നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. CPMുമായി അല്പം ചേർന്ന് നിൽക്കുകയാണ് G. സുകുമാരൻ നായർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അയ്യപ്പ സംഗമം മുതൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടിപ്പുറത്ത് മറ്റൊരു നീക്കം. അതായത് അതേ നിലപാടായിരുന്നു വെള്ളാപ്പള്ളിയും പ്രകടിപ്പിച്ചിരുന്നത്. CPMനെ ഫലത്തിൽ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ പിണറായിയെ പുകഴ്ത്തുന്ന തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു വെള്ളാപ്പള്ളിയാണ്. പക്ഷെ അതിനിടയ്ക്ക് കേന്ദ്രത്തിൽ പോയി കൈകൊടുത്തൊരു പത്മ വാങ്ങിയത് വെള്ളാപ്പള്ളിയുടെ ഈ നീക്കങ്ങളിൽ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതെന്തായാലും ഇതിന് ശേഷം ആദ്യ പ്രതികരണത്തിന് ശേഷം പിന്നൊരു പ്രതികരണം G. സുകുമാരൻ നായർ നടത്തിയിരുന്നില്ല. ഇന്നെന്തായാലും SN ട്രസ്റ്റ് യോഗം ചേർത്തലയിൽ നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഒരുപക്ഷെ വെള്ളാപ്പള്ളി തങ്ങളുടെ നിലപാട് അറിയിച്ചാൽ G. സുകുമാരൻ നായരും ഇതിന് കൂടുതൽ വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അശ്വതി.
ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ. ശ്രീജിത്ത് ഒന്ന് തുടരണം. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ഫലം അറിഞ്ഞിട്ട് 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഭാഗ്യശാലിക്കായുള്ള കാത്തിരിപ്പ് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ടിക്കറ്റ് കൈമാറാൻ ഭാഗ്യശാലി എത്തുമെന്നാണല്ലോ പ്രതീക്ഷ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെൻറ്ററിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു സമ്മാനം. ഈ മുൻ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്വകാര്യമായി എത്താനാണ് സാധ്യത, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അശ്വതി, ഈ കഴിഞ്ഞ 4-5 ദിവസം എങ്ങനെ ആ ഭാഗ്യവാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സംശയം. കാരണം ഇത് ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 5 ദിവസത്തെ അനുഭവവും. അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. 5 ദിവസം ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നു. അതിന് മുൻപുള്ള റിപ്പബ്ലിക് ദിനം വരെയുള്ള ദിവസങ്ങളിൽ അവധികളായിരുന്നു. ഒരു 2ാം ശനിയാഴ്ചയാണ് ഫലത്തിൽ ഈ ഒരു അവാർഡ് ഈ ഒരു ബമ്പർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ നറുക്കെടുപ്പ് നടന്നത്. എന്തായാലും ഇത് എവിടെയുള്ള ആളാണ്? ഇന്നലെയും നമ്മൾ ഏറ്റവും ഒടുവിലും ഈ ഏജന്റിനോട് വിവരം അന്വേഷിച്ചപ്പോൾ യാതൊരു വിവരവുമില്ല, ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുധീക്ക് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്നൊരു പക്ഷേ രംഗത്ത് വന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹവും പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു ലോട്ടറി കടയെ സംബന്ധിച്ച് ഏതാണ്ട് പ്രാദേശികമായി ലോട്ടറി എടുക്കുന്ന ആളുകളാണ് അതിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോട്ടറിയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ കടയിൽ കയറി വന്ന സാധനങ്ങൾ എടുക്കാനുള്ള, ഈ ഒരു ലോട്ടറി എടുക്കാനുള്ള ഭാഗ്യവാനാണല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഭാഗ്യം കയറി വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെ നിന്നുള്ള ആളാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോട്ടറി അടിച്ച ആൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് അതിനുള്ള തുടർ നീക്കം നടത്തും. ഏതെങ്കിലും ബാങ്കുകളെ സമീപിച്ച് ലോട്ടറി കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ ലോട്ടറി അടിച്ചിട്ടും താനൊരു കോടീശ്വരനാണെന്ന് അറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഇത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇന്നൊരു പക്ഷേ ഇന്നത്തെ പകൽ ഈ ഒരു ഭാഗ്യവാൻ പുറം ലോകത്തെത്തും എന്ന പ്രതീക്ഷ. പുറം ലോകത്തെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അശ്വതി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മുൻ അനുഭവങ്ങളുണ്ട്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരാളെ വെറുതെ വിടുന്ന പരിപാടി ഇല്ല. അയാളുടെ വീട്ടിൽ പോയി പണം കടം ചോദിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സമീപകാലത്തായി പല കോടീശ്വരന്മാരും ലോട്ടറി അടിക്കുന്നവരൊക്കെ ഒന്ന് പിൻവാങ്ങി രഹസ്യമായ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിലയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബാങ്കിൽ സമർപ്പിച്ചാൽ പോലും അങ്ങനെ ഒരാൾ രംഗത്ത് വന്നു എന്നതിനപ്പുറത്തേക്ക് ആരാണ് അയാൾ പ്രതികരിക്കുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ പകൽ ഈ ബമ്പർ ലോട്ടറി, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയുടെ കാര്യത്തിൽ ആ ഭാഗ്യവാനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ശരി ശ്രീജിത്ത്, എന്തായാലും ആ കൗതുകം നിലനിൽക്കുകയാണ്. അത് ഒരാളാണോ അതോ ഒന്നിലധികം ഭാഗ്യശാലികളുണ്ടോ? ഒരുപാട് പേർ ചേർന്ന് ടിക്കറ്റ് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതറിയാൻ ചിലപ്പോൾ ഇന്ന് പകൽ അതിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്ന. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് വളരെ നല്ല മാറ്റങ്ങളെന്ന നടി ഭാവന. ആ മാറ്റങ്ങൾക്ക് കാരണം താനാണെന്ന് തോന്നുന്നില്ല. കഴിവുള്ള ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാനും സിനിമകൾ ചെയ്യാനും അവസരം ലഭിക്കുന്നു. നേരിട്ടല്ലാതെയെങ്കിലും താൻ ഈ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ നല്ലതെന്നും ഭാവന പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഭാവന മനസ്സ് തുറന്നത്. ടീനേജിലാണ് ഭാവന സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ മലയാള സിനിമയിലുണ്ട്. ഇത്രയും വർഷമാകുന്നു. മലയാള സിനിമയിലെ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു മാറ്റത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ 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 നല്ലൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ സിനിമകൾ ഇപ്പോൾ മലയാളികളല്ലാത്ത ഓഡിയൻസിലേക്ക് എത്താൻ നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ, ഈവൻ യൂട്യൂബിലാണെങ്കിൽ പോലും. സോ അത് മലയാളം സിനിമയുടെ ഒരു ക്വാളിറ്റി മലയാളികളല്ലാത്ത ആൾക്കാർ കാണുകയും അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇന്ന് നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല മലയാളം ഇൻഡസ്ട്രി. 70s തൊട്ട് 80s തൊട്ട് 90s തൊട്ട് ഒക്കെ നമ്മൾ വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇപ്പോഴാണത് കൂടുതലും നോൺ മലയാളീസിലേക്ക് എത്തി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ ലിസ്റ്റ് ഓഫ്, നമ്മൾ ഒരിക്കലും അങ്ങനെ വെറുതെ ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും എടുത്തു പറയാവുന്ന നല്ല സിനിമകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു മാറ്റം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്നുള്ള OTTs വന്ന കാരണം മറ്റുള്ളവരിലേക്കും ഫ്രം തെലുഗു, തമിഴ്, കർണാടക അല്ലെങ്കിൽ ഹിന്ദി, ഈവൻ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ മലയാളം സിനിമകൾ പ്രേസ് ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായി. നമ്മൾ പണ്ടും നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം. പണ്ടും നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ ഈ ഡബിൾ മീനിങ്
വരുന്ന തരത്തിലുള്ള, അത് പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കാത്ത കാലമുണ്ടായിരുന്നു. പക്ഷെ അതിന് വന്ന മാറ്റമുണ്ടല്ലോ, അത് എങ്ങനെയാണ് കാണുന്നത്? അത് ചിലപ്പോൾ ഇപ്പോഴത്തെ വരുന്നൊരു ജനറേഷൻ അത് അങ്ങനെ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. കാരണം ആ സമയത്ത് നമ്മളത് കണ്ടു, ചിരിച്ചു, അതങ്ങ് പോയി. പക്ഷെ പിന്നെ ആ സമയത്ത് നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതൊരു സിനിമയുടെ ഭാഗമായത്. പക്ഷെ ഇപ്പോൾ വരുന്ന ജനറേഷൻ അത് ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ചു കളയാവുന്ന ഒരു കാര്യമായിട്ട് അവരത് കാണുന്നില്ല. അപ്പോൾ അവരതിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മേ ബി നമ്മളും ചില സമയത്ത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അന്ന് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ, അതായത് ഇപ്പോൾ കുറച്ച് തടിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ കളിയാക്കിയിട്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയാത്ത മനസ്സിലായി കുറച്ച് തടിച്ചിട്ടല്ലേ അങ്ങനെ പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു, ഒന്ന് നോക്കുമ്പോൾ ശരിയാണ്, അതൊരു ചിലപ്പോൾ വിഷമമായാലോ എന്നുള്ള നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം വരുന്ന ജനറേഷൻ പറയുമ്പോൾ നമുക്കും തോന്നും ശരിയാണ്, നമ്മളത് പറയണ്ട എന്നുള്ളൊരു കാര്യം. നമ്മൾ അന്ന് കളിയാക്കി പറയുന്നു. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഞാനൊന്നും അങ്ങനെ കളിയാക്കി പറയാറുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, മനസ്സിലായി കുറച്ച് ഒരു ഇരുനിറത്തിലുള്ള ആളല്ലേ എന്നൊക്കെ പറയുന്നത് കളിയാക്കിയിട്ടല്ല പറയാം, നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്ന. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ പറയില്ല, ബിക്കോസ് നമ്മൾ വിചാരിക്കും ശരി അങ്ങനെ നമ്മൾ ഇങ്ങനെ പറയരുതല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ വന്ന മാറ്റത്തിനൊപ്പം നമുക്ക് ചിലപ്പോൾ ശരിയാണ് അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. 15ാമത്തെ വയസ്സിൽ ഭാവന കണ്ട സിനിമാ സെറ്റുകളിൽ നിന്ന് നമ്മുടെ സിനിമാ സെറ്റുകൾ ഇപ്പം മാറിയിട്ടുണ്ടോ? സിനിമ സെറ്റുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അധികം എനിക്ക് തോന്നുന്നില്ല. ഓഫ്കോഴ്സ് ഇന്ന് കാരവാൻ കൾച്ചർ ഉള്ളത് കൊണ്ട് ഞാൻ കാരവാൻ ആദ്യമായിട്ട് കാരവാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തമിഴ് ഫിലിം ചെയ്യുമ്പോഴാണ്. ഫസ്റ്റ് തമിഴ് ഫിലിം പോകുമ്പോൾ കാരവാൻ ഉണ്ട്. അപ്പോഴാണ് ഞാൻ മലയാളം, അതിന് മുമ്പ് നമ്മൾ കാരവാൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കസാരയൊക്കെ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ച്, പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കാരവാൻ വന്നപ്പോഴാണ് അതൊക്കെ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ പിന്നെ ഓഫ്കോഴ്സ് ക്യാമറകൾ മാറുന്നു, എഡിറ്റിംഗ് ഒരു സ്റ്റൈല് മാറും, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ എന്നല്ലാതെ ലൊക്കേഷനിൽ അങ്ങനെ പറയത്തക്ക അങ്ങനെ ഭയങ്കര മാറ്റമൊന്നും തോന്നുന്നു. ഇനിയും സ്ത്രീ സൗഹൃദമാകേണ്ടതുണ്ട് സിനിമാ സെറ്റുകൾ. അത് നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ മേക്കിംഗ് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കാണാൻ പറ്റും. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഇവിടെ ആക്ച്വലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഉണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഇപ്പോൾ ഈ ആർട്ട് ക്യാമറ എന്നൊക്കെ പറയുന്ന മേ ബി ആ ഒരു ഇതുണ്ടാവുമായിരിക്കും. പക്ഷെ വുമൻ ക്യാമറ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് നല്ല കാര്യം. മലയാള സിനിമയിലെ ചില മാറ്റങ്ങളെക്കുറിച്ചാണ്, പോസിറ്റീവായ മാറ്റങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ മാറ്റങ്ങൾ അന്വേഷിച്ച് പോയാൽ അതിന് പിന്നിലൊരു യങ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു നടി, ആ ഫൈറ്റിനെ കുറിച്ച്, അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൂപ്പർ സ്റ്റാറേ അല്ല, പിന്നെ അതിൻ്റെ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ നല്ലൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അതപ്പോൾ എങ്ങനെയായാലും നമുക്ക് വളരെ നല്ലതാണ്. ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ ആക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ വെറുതെ കുറേ ആക്ടേഴ്സ് വരില്ല ചെയ്തത്, എല്ലാവരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അതായത് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ആക്ടറിൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കും. പക്ഷെ അതിലാളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ ഒരു ബാരിയർ അങ്ങ് തകർന്നത് ഭയങ്കര ഒരു നല്ല സൈനാണ്. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ഫിലിം മേക്കേഴ്സ്, പിന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, അത് അങ്ങനൊരു എഫക്റ്റ് എൻ്റെ ഒരു ഇത് കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു യെസ് അതുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും മലയാള സിനിമ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 10 മൂവി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 9 മൂവിയും നല്ലതാണ്. അത് ഭയങ്കര നല്ലൊരു ഇക്വേഷനാണ്, ഇൻഡസ്ട്രിക്ക് അത് നല്ലതാണ്. ബേസിക്കലി ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷനായി, നമുക്ക് ഇതിനേക്കാളും നല്ല സിനിമ കൊടുക്കണം, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് വരാൻ തുടങ്ങി. അതിനനുസരിച്ച് ഏറ്റവും മാറിയിരിക്കുന്ന ഓഡിയൻസ് അത്ര ഇവോൾവ് ആണ്. കാരണം അവർ കൊറിയൻ ഫിലിം, സ്പാനിഷ് മൂവീസ്, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അവർ കാണാത്തതായിട്ടില്ല ഇപ്പോൾ, ഇൻക്ലൂഡിങ് സീരീസൊക്കെ. പണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആ മൂവി. ഇപ്പോൾ ഓഡിയൻസ് അതിനേക്കാൾ അപ്ഡേറ്റഡ് ആണ്. സോ നമ്മൾ ഓഡിയൻസിനെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. എന്ത് കൊടുത്താലാണ് ഇവർ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇവർ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നത് എല്ലാ ഫിലിം മേക്കേഴ്സിനും വലിയ ചാലഞ്ചാണ്. അപ്പം അതൊരു ഹെൽത്തി ചാലഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി പിന്നെ ഫ്ലറിഷ് ആയിക്കൊണ്ടിരിക്കുന്നതും
ഇത്രയും യങ് സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും വരുന്നതും. സോ ഇഫ് അതിന് ഒരു ഇൻഡയറക്ട്ലി ഒരു എഫക്റ്റ് ആണ് എങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ കാണാറില്ലെന്ന് ഭാവന. അവഗണിക്കുകയാണിപ്പോൾ. മോശം പറയുന്നവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നും ഭാവന പറയും. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത്രേ ഉള്ളൂ. അതിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ടോ? ആക്ച്വലി ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ഇടും, എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ അവിടെ വരുന്ന എന്തെങ്കിലും റെസ്പോൺസ്, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഹായ് തരും, അങ്ങനെയൊക്കെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വേദനിപ്പിക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല, പിന്നെ അറിയില്ലല്ലോ. ഞാൻ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ അവർ പറയും, അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അവർ പറയട്ടെ, ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഈ PR ഇത്രയും പണം ചെലവാക്കി ഈ സമൂഹ മാധ്യമത്തിൽ ആളുകൾ നടത്തുന്ന ചർച്ചയൊന്നും ഭാവന കാണുപോലില്ല. കണ്ടിട്ടുണ്ട് ഞാൻ, ഇപ്പം ഞാൻ കാണാറില്ല. ബിക്കോസ് എന്തിനാണ്, മുൻപൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കലും അങ്ങനെ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതുമ്പോൾ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. ബിക്കോസ് ഇവർക്ക് ആർക്കും എന്നെയോ എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഞാൻ ഗോ ത്രൂ ചെയ്തോ ഒന്നും അറിയാൻ ശ്രമിക്കുക പോലും വേണ്ട. സോ കാണുമ്പോൾ തന്നെ മോശമായിട്ട് എന്തെങ്കിലും എഴുതുക എന്നുള്ളൊരു തോട്ടിൽ നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് നമ്മൾ എന്തു പോയി പറയാനാ? അപ്പോൾ അതാണ് അവരുടെ പേർപ്പസ് എങ്കിൽ എഴുതട്ടെ. അവർക്ക് അങ്ങനെ കണ്ടുടനെ, ചിലപ്പോൾ ഞാൻ വല്ല മഴയെ പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവും, എന്നാലും എന്തെങ്കിലും തെറി വിളിച്ചേക്കാം. ചിലപ്പോൾ ഞാനിരുന്ന് വല്ല ഭക്ഷണത്തിനെ പറ്റിയായിരിക്കും പറയുന്നത്, എന്നാലും പോയി എന്തെങ്കിലും മോശം പറയാം. അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞതിന് എതിരഭിപ്രായത്തിന് അയക്കുകയായിരിക്കില്ല. കാണുമ്പോൾ തന്നെ ഓക്കെ എന്നാൽ പോയി 2 മോശം എന്തെങ്കിലും എഴുതട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളെന്ത് പറയാൻ, അവർ എഴുതട്ടെ. സമൂഹ മാധ്യമത്തിലെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഇനി ഭാവനയുടെ കണ്ണ് നിറയ്ക്കില്ല അല്ലേ? അങ്ങനെയൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് സ്റ്റേജ് കഴിഞ്ഞില്ലേ, പറയാൻ പറ്റില്ല അതൊന്നും. അത് നമ്മൾ അങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ ഇനി ഞാൻ അതിനൊരിക്കലും വിഷമിക്കില്ല എന്നൊന്നും തീരുമാനിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയോ നല്ല ലൈഫായി പോയേനെ. അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഐ ക്യാൻ ഡു വൺ തിങ്, ഐ ക്യാൻ ഇഗ്നോർ. അതാ പറയണേ, പോയി അന്വേഷിക്കുക, പോയി എന്താ എഴുതിയിരിക്കുന്നത് നോക്കുക, കാര്യങ്ങൾ അവിടേക്ക് പോവാതിരിക്കുക. ഒരു നെഗറ്റീവ് സ്പേസ് ആണെങ്കിൽ അവിടേക്ക് പോവാതിരിക്കാൻ നമുക്ക് പറ്റും. പോയിട്ട് പിന്നെ വിഷമിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പോവാതിരിക്കാന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത അമ്പരപ്പുണ്ടാക്കിയെന്നും ഭാവന പറഞ്ഞു. ആരാണ് അത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിലെന്ന് അറിയില്ലെന്നും ഭാവന. ഭാവനയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളാണ്. ഭാവന മത്സരിക്കാൻ പോകുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇതുപോലെ ഈ പ്രൊമോഷൻസ് ഇന്റർവ്യൂസിന്റെ ഇടയിലാണ് ഞാൻ തന്നെ ഞെട്ടി. ഞാനോ എപ്പോ എവിടെ നവീൻ വിളിച്ചോ? നവീൻ മലയാളം ഒന്നും വായിക്കാൻ അറിയില്ല. നവീൻ ഇതൊന്നും അറിയില്ല. നവീൻ ഞാൻ പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത് എനിക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആൻഡ് ചിരി വന്ന ന്യൂസാണ്. അത് ആരാണ് അത് തുടങ്ങി വെച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ അപ്പം തന്നെ ഞാൻ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. IFFK പോലെയുള്ള വേദികൾ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ടെന്നും ഭാവന. ഇഷ്ടമുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും ആ അവസരങ്ങൾക്ക് നന്ദിയുണ്ടെന്നും ഭാവന പറഞ്ഞു. ഒരു സിറ്റുവേഷനെ എങ്ങനെയൊക്കെ മറികടക്കാം അതിൻ്റെ ധൈര്യം ഭാവന എപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് കുറച്ച് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് കൂടി വേണം. അത് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണോ ഈ IFFKയുടെ വേദി, ഭാവനയ്ക്ക് കിട്ടുന്ന വേദികൾ അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഭാവനയെ സംബന്ധിച്ച്? നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ IFFK അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു എനർജി കിട്ടും നമുക്ക്. അതായത് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു എനർജി കിട്ടുമല്ലോ. തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഏറ്റവും ഒടുവിൽ സുനിത വില്യംസുമായി നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ഈ മിസ്റ്ററികളെ ഇഷ്ടപ്പെടാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്പേസ്, അതർ വേൾഡ്, ഏലിയൻസ്, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിയാൻ. നമ്മൾ വേറെ പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ. നമ്മുടെ സ്പേസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ പോലത്തെ ഒരു മൂവി കാണുക, അല്ലെങ്കിൽ ഗ്രാവിറ്റി പോലത്തെ ഒരു ഫിലിം കാണുക, പാസഞ്ചർ കാണുക, അതൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്. പക്ഷെ അത് നേരിട്ട് പോയി അവിടെ അത്രയും ദിവസങ്ങൾ സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും അവരോട്. കാരണം നമ്മളൊന്നും ലൈഫിൽ ഒന്നും അല്ല. അവർ അവിടെ പറഞ്ഞ വാക്ക് അതാണ്. അവർക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നൊരു പ്ലാനറ്റാണ്. നമ്മളെല്ലാവരും അതിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും
ഹെയ്റ്റും ദേഷ്യവും വഴക്കും. നമ്മളെല്ലാവരും ഒരു പ്ലാനറ്റിൽ കഴിയുന്ന ആൾക്കാർ, നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു. സോ എന്താണ് ലൈഫ് എന്ന് ലിറ്ററലി അറിഞ്ഞിട്ടുള്ള ഒരാളാണ് സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു ലെജൻഡാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഹംബിൾ ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് ഇവരൊക്കെ. ബിക്കോസ് നമ്മളൊന്നും വി ആർ നത്തിങ്. നമ്മളൊരു പ്ലാനറ്റിൽ ശരിക്കും ഒരു വെക്കേഷന് പോലെ വന്നിരിക്കുകയാണ്. കുറച്ച് കാലം നമ്മളെല്ലാവരും മരിച്ചു പോകും. എന്താണ് നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് സന്തോഷിക്കാനൊരു 10 നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ വി ആർ ലക്കി. അപ്പോൾ അങ്ങനെ നമ്മളെ ഹംബിൾ ചെയ്യിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. സോ അവരെ പോലെ ഒരു ലെജൻഡ് ലിറ്ററലി അവർ സ്പേസിൽ പോയി വന്ന ആൾക്കാരാണ്. സോ തീർച്ചയായിട്ടും അതെനിക്കൊരു വളരെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഭാവനയുമായി എം ജി രേണുക നടത്തിയ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8:25 പ്രേക്ഷകരിലേക്ക് എത്തും. മറ്റു വാർത്തകളിലേക്ക് പോകാം. പാലക്കാട് കൊപ്പം ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം. പുതുതായി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കോരങ്ങോട്ടിലാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. കൊപ്പം ടൗൺ നവീകരണത്തിന് തൊട്ടു പിന്നാലെയാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. പല സമയങ്ങളിലും ഇത് മണിക്കൂറുകളോളം നീളുമായിരുന്നു. ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടാണ് ടൗണിൽ പുതിയ സിഗ്നൽ ലൈറ്റ് സംവിധാനം നിലവിൽ വന്നത്. കൊപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ ട്രയൽ റൺ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ ശേഷമാണ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കോരങ്ങോട്ടിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മുടെ കൊപ്പം ടൗണിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത്. ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ഹനീഫ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട്ടെ സ്വകാര്യ ഏജൻസി വഴിയാണ് ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. പൂർണ്ണമായും ടൈമർ മുഖേനയാകും ഗതാഗത നിയന്ത്രണം. സിഗ്നൽ ലൈറ്റുകൾക്ക് പുറമെ പുതിയ റിഫ്ലക്ടറുകളും ബാരിക്കേഡുകളും സജ്ജമാക്കിയിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതോടെ നഗരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് പട്ടാമ്പി കൊടലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. വൈകുന്നേരം പഞ്ചവാദ്യം, തമ്പോല, ശിങ്കാരിമേളം തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആന, ഇണക്കാളകൾ, കാവടി, തിറപ്പൂതൻ വേഷങ്ങൾ എന്നിവയോടുള്ള പൂരം എഴുന്നള്ളിപ്പ് ആവേശക്കാഴ്ചയായി. ഇടുക്കി DCC പ്രസിഡന്റിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും നേതാക്കളും തമ്മിൽ തർക്കം. നടു റോഡിൽ നേതാക്കൾ പരസ്പരം തർക്കിച്ചു. പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം മുതിർന്ന നേതാക്കൾ തള്ളിയതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. തർക്കത്തിനൊടുവിൽ പ്രതിഷേധം അലസിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരത്തിൽ ശാസ്ത്രീയ ഗതാഗത ക്രമീകരണങ്ങൾ ഉടൻ. വിദഗ്ധ സംഘം പുതിയ 4 പാതയുടെ പരിശോധന നടത്തി. മാത്യു കുഴൽനാടൻ MLAയുടെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു നടപടി. മൂവാറ്റുപുഴ നഗരത്തിൽ പുതുതായി നിർമ്മിച്ച 4 പാതയുടെ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾ ഉടൻ ശാസ്ത്രീയമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യും. ഇതിന്റെ ഭാഗമായി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംഘം നഗരത്തിൽ പരിശോധന നടത്തി. മാത്യു കുഴൽനാടൻ MLAയുടെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു നടപടി. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷാഹിം എസ്, സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനീഷ് കിനി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റോഡിലെ ലൈറ്റിംഗ് സംവിധാനം, ട്രാഫിക് സിഗ്നലുകൾ, യു-ടേൺ ക്രമീകരണങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, സീബ്ര ക്രോസിംഗുകൾ, ബസ് ബേ, ഓട്ടോ സ്റ്റാൻഡ് എന്നിവ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംഘം വിലയിരുത്തി. വിഷയത്തിൽ ആരുടെയും താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ ശാസ്ത്രീയ സമീപനങ്ങളിലൂടെയാകും തീരുമാനമെടുക്കുകയെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് പൗരപ്രമുഖർ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അവരുടേതായ സജഷൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവരതിൻ്റെ എല്ലാം ഫീസിബിലിറ്റി നോക്കി
ഏത് നിലയിലാണോ ശുപാർശ ചെയ്യുന്നത്, ഏത് നിലയിലാണോ റിപ്പോർട്ട് വരുന്നത്, അത് അതേപടി നടപ്പിലാക്കും. അതിൽ മറ്റ് യാതൊരു വെള്ളം ചേർക്കൽ ഉണ്ടാകത്തില്ല. ആ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. മുനിസിപ്പാലിറ്റിയുടെ അഭിപ്രായവും ഏറ്റവും ശാസ്ത്രീയമായി തന്നെ ഈ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അഭിപ്രായം ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ട്രാഫിക് പോലീസിൻ്റെ അഭിപ്രായം പരിഗണിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ച് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു തീരുമാനം KRFB നടപ്പിലാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ വിവിധ സംഘടനകൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ MLA NATPAC സംഘത്തെ അറിയിച്ചു. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പരിശോധനയിലായിരിക്കും അന്തിമ റിപ്പോർട്ട്. NATPAC സംഘം സമർപ്പിക്കുന്ന ശുപാർശകൾ കേരള സർക്കാരിന്റെ റോഡ് സേഫ്റ്റി വിങ്ങിന്റെ സഹകരണത്തോടെയാകും നടപ്പിലാക്കുകയെന്ന് MLA വ്യക്തമാക്കി. ന്യൂസ് 18 എറണാകുളം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ തെന്മല ഡാം ജംഗ്ഷനിൽ അപകടങ്ങൾ പെരുകുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 16 അപകടങ്ങളാണ് സംഭവിച്ചത്. വെളിച്ചക്കുറവും ദൂരക്കാഴ്ച മറയ്ക്കുന്ന പരസ്യ ബോർഡുകളുമാണ് അപകട കാരണമെന്നാണ് വ്യാപക ആക്ഷേപം. തെന്മല ജംഗ്ഷൻ മുതൽ ഡാം കവല വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡപകടങ്ങൾ തുടർക്കഥയാകുന്നത്. കൊടും വളവുകളും ഡ്രൈവർമാരുടെ ദൃശ്യം മറച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകളും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു. പ്രദേശത്തെ വെളിച്ചക്കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. 3 റോഡുകൾ ചേരുന്ന പ്രധാന കവലയാണ് തെന്മല ഡാം ജംഗ്ഷൻ. പ്രദേശത്തുണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് 4 വർഷം മുൻപ് ലോറിയടിച്ച് നശിപ്പിച്ചിരുന്നു. പുനർനിർമ്മിക്കുന്നതിനായി ഉടമയിൽ നിന്ന് വൻ തുക ഈടാക്കിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ലോഡ് കയറ്റി വരുന്ന ഹെവി വാഹനങ്ങൾ ഇന്ധനം ലാഭിക്കുന്നതിന് ന്യൂട്രൽ ഗിയറിൽ വരുമ്പോൾ ബ്രേക്ക് കിട്ടാതെയുള്ള അപകടങ്ങളാണ് മറ്റൊന്ന്. ഈ ഇറക്കത്ത് ഈ ഡ്രൈവർമാർ വാഹനം ന്യൂട്രലിലാണ് സ്ഥിരമായിട്ട് വരാറുള്ളത്. ഇത് തെന്മല നേരത്തെ തൊട്ടുമുള്ള വളവുകൾ ഇതെല്ലാം ഇടിച്ചു തെറിപ്പിച്ചാണ് ഇവർ നിത്യമായിട്ട് എത്രത്തോളം അപകടങ്ങൾ ഉണ്ടായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. ഈ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുകയും ഇവിടെയുള്ള ഈ പരസ്യ ബോർഡുകൾ ഡ്രൈവർമാർക്ക് കാണുന്ന രീതിയിൽ പരസ്യ ബോർഡുകൾ ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടെ ഉള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്നും മിനറൽ വാട്ടർ കയറ്റി വന്ന ലോറിയാണ് കഴിഞ്ഞ ദിവസം ഡാം കവലയിൽ അപകടമുണ്ടാക്കിയത്. റോഡ് സൈഡിലുണ്ടായിരുന്ന കട ഇടിച്ചു തെറിപ്പിച്ച ലോറി കൊക്കയിൽ വീഴാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 5 മണിക്ക് സാധാരണ ഈ ഇരിക്കുന്ന ഇവിടുത്തെ ചേട്ടന്മാരും ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ അനിയനും അമ്മയും മക്കളും അതുപോലെ ഈ ടൂറിസ്റ്റ് മേഖലയായതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ ഈ ചായക്കടയാണ് ആശ്രയിക്കുന്നത്. ഈ പ്രദേശവാസികൾ ഈ ചായക്കടയെ ആശ്രയിക്കുന്നത്. ഇന്നലെ വൈകി പോയത് കൊണ്ട് മാത്രമാണ് അവരിന്ന് യഥാർത്ഥത്തിൽ ഈ കട തുറക്കാൻ താമസിച്ചത്. അല്ലെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് വന്ന് കട തുറക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ കടയിൽ ഇന്ന് അവർ 4 മണിക്ക് തുറന്നിരുന്നെങ്കിൽ 5 മണിയായപ്പം ഈ വാഹനം ഇടിച്ച് സ്വാഭാവികമായിട്ടും വലിയൊരു ദുരന്തമുണ്ടായനെ, വലിയൊരു മരണമുണ്ടായനെ, ഈ നാടിന് തന്നെ വലിയ വിഷയമുണ്ടായി മാറിയാണ്. ഇത് അടിയന്തരമായ രീതിയിൽ തന്നെ ഈ വേണ്ടപ്പെട്ടവർ ഇത് ഇടപെടണം. കാരണം ഈ തെന്മല മുതൽ ഇവിടെ വരെയും ഡ്രൈവർമാരുടെ അസാധ്യമായ രീതിയിലുള്ള വാഹനം ഓട്ടിയത് വലിയൊരു കാരണമാണ്. കഴിഞ്ഞ ശബരിമല സീസണിലും ഇവിടെ അപകടങ്ങൾ പതിവായിരുന്നു. രാത്രിയാണ് കൂടുതലും ഉണ്ടാകുന്നത്. വിഷയം നിരവധി തവണ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് 18 കൊല്ലം. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം വെൺപകൽ സ്വദേശി RG നകുൽ ചന്ദ്രന്റെ പിറന്നാളാണ് ഇന്ന്. ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകൻ കൂടിയാണ് നകുൽ. അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് വെൺപകൽ വാർഡ് മെമ്പറാണ് ഇപ്പോൾ നകുൽ. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ പൂർണ്ണയ്ക്കൊപ്പം ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നകുൽ, ഹാപ്പി ബർത്ത്ഡേ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.